ഞാൻ എണ്ണ അടിക്കാൻ പോയപ്പോ ഒരു ഓട്ടോക്കാരന് ഒരു കുപ്പിയായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ആ പമ്പിന്റെ അടുത്ത് പോയപ്പോ ഉണ്ട് ആ കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ചയുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒരു അടിപൊളി കാഴ്ചയാണ്. ജസ്റ്റ് വെരി ഇത് അവസ്ഥ എന്താന്ന് വെച്ചാല്, ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തി ഒരു ചെറിയൊരു ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി, ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പോയപ്പോണ്ട് ഒരു ദയനീയ കാഴ്ച ഞാൻ കണ്ട്. ആ കാഴ്ച ആ ആളെ ഞാൻ ഏതായാലും വീഡിയോ എടുത്തില്ല. ആ കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അടിപൊളി കാഴ്ച. നമ്മുടെ എടപ്പള്ളി ടോളിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പാണ്. ഇതിപ്പോ എല്ലാവർക്കും അറിയണ സ്ഥലം തന്നെയാണ്. സിമ്പിളാണ്. എല്ലാവരും അടിക്കൽ ലുലുവിന്റെ അടുത്തൊക്കെ വരുന്ന ആൾക്കാർ മെയിനായിട്ട് പെട്രോൾ അടിക്കണ ഒരു പമ്പ് തന്നെയാണ്. ഇത് സംഭവം ഒന്നുമില്ല. അതിന്റെ ഉള്ളിലേക്ക് അപ്പോൾ ഞാൻ അതിന്റെ ആ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ജയിലുണ്ടാക്കി വെച്ചാണ് ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളറ് സംവിധാനം ഉണ്ട്. ആ കൂളറിന് ഒരു വേറെ രീതിയിലും വെള്ളം എടുക്കാൻ സമ്മതിക്കാതെ ചെറിയൊരു ഗ്യാപ്പാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് അത് അതിലേക്ക് ഇട്ട് കൈ വലിച്ചു കഴിഞ്ഞാൽ കൈ ഭയങ്കര ടൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, കഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റും. ഇത് വെള്ളം കുടിക്കരുത് എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഏതായാലും അത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് കുടിക്കുകയാണ്. എന്ത് കഷ്ടപ്പെട്ടിട്ടപ്പം ഇത് എന്തിനാറിയാം ഇങ്ങനെ കൊടുക്കുന്നത്. അത് ആരും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനാണ്. കാര്യമായിട്ട് പെട്രോൾ പമ്പിൽ വരുന്നൊരു എണ്ണ അടിക്കാനും വാഷ്റൂമിൽ പോകാനും കുറച്ച് വെള്ളം ഒക്കെ ദൂരം യാത്ര ചെയ്യുന്ന ആൾക്കാർ കുറച്ച് വെള്ളമൊക്കെ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പെട്രോൾ പമ്പ് വരുന്നത് മെയിനായിട്ട്. എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട്? ഇതൊക്കെ നോർമലി എല്ലാവരും ചെയ്യണ കാര്യമില്ല. ഈ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ പോകണല്ലോ വെള്ളം പ്രതീക്ഷിച്ചാണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പി കൂടിൻ്റെ ഉള്ളിലാണ് വെള്ളം വെച്ചത്. വെള്ളത്തിന് അവർ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്കിതിന്ന് മനസ്സിലാവണേ. പിന്നെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഈ വെള്ളം ഒക്കെ ഉള്ളത് ഒരു ഗവൺമെന്റിന്റെ നിർബന്ധത്തിന് കൊടുക്കുക, അല്ലാതെ ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും കൊടുക്കില്ല എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത്. മറ്റു പമ്പുകാരെയും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പമ്പ് കയറി എണ്ണടിക്കുമ്പോ ഒക്കെ എന്തോ ഒരു ചില സ്ഥലത്തൊക്കെ ഭയങ്കര നല്ല പെരുമാറ്റമാണ്. ഇതൊക്കെ വളരെ മോശമാണ്. ഇതൊരു എന്താണ്, വെള്ളം കുടിക്കുന്ന വെള്ളത്തിനൊക്കെ ഇങ്ങനെ അയ്യോ എന്താ പറയാ.